പ്രിയപ്പെട്ട ഹരിയാടൻ സാറിനോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട പ്രകാശേട്ടൻ, അവർ രണ്ടാളുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരുണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ അവരായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ, അങ്ങാടിപ്പുറത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ തുടക്കത്തിൽ ശ്രമം നടത്തിയ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ മാഷോടും വരിക. അത് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ കേരളത്തിലെ 110 നിയമസഭാ മണ്ഡലങ്ങൾ, അത് പിണറായി വിജയന്റെ ധർമ്മടം വരെ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനിപ്പോ ഒരു വലിയ ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന കുറെ പ്രവർത്തകരുണ്ടാകുന്നു. പല സജീവ പ്രവർത്തകരും ഭാരവാഹിത്വത്തിലേക്ക് വരുന്നു. അങ്ങനെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി DCC നേതൃത്വം തിരഞ്ഞെടുത്ത, KPC നേതൃത്വം പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ, തിരഞ്ഞെടുത്ത അങ്ങാടിപ്പുറത്തുകാരനായ KS അനീഷിനെ കാണാനാണ് ഞങ്ങൾ വന്നത്. അദ്ദേഹത്തിന് ജനിച്ച നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങാടിപ്പുറത്ത് അദ്ദേഹം ജനിച്ച നാട്ടിലാണുള്ളത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് വെച്ചാൽ അദ്ദേഹം നേരത്തെ ഒരു CPM കാരനായിരുന്നു, ഇടതുപക്ഷക്കാരനായിരുന്നു. SFIയിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് വന്ന് DYFIയുടെ ഭാരവാഹിയായി, പിന്നെ CITUവിന്റെ ഒരു തൊഴിലാളി വിഭാഗത്തിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായി, അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് അവസാനം അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നതൊക്കെ അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. നമുക്ക് അദ്ദേഹത്തിന്റെ ജനിച്ച നാടാണത്. നമുക്ക് അദ്ദേഹത്തെ തന്നെ ഒന്ന് നേരിട്ട് കാണാം. കൺഗ്രാജുലേഷൻ. താങ്ക് യു. DCC ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തെ ചരിത്രം എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ഇടതുപക്ഷക്കാരനായിരുന്നു, പണ്ട് CPM കാരനായിരുന്നു, പിന്നെ കോൺഗ്രസിലേക്ക് വന്നു. ഇപ്പൊ കോൺഗ്രസിലൂടെ പ്രവർത്തന മികവ് ഉള്ള ആളുകളൊക്കെയാണ് നേതൃത്വം ഭാരവാഹിത്വം ഏൽപ്പിക്കുക. അപ്പൊ KS ഹരീഷ് ഇപ്പോ DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. നാട്ടുകാരൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത്, മികച്ച പ്രവർത്തന ഇതെടുത്തു കഴിഞ്ഞാൽ KS അനീഷിന്റെ ഏത് രാഷ്ട്രീയത്തോടൊപ്പം നിന്നാലും മുൻനിരയിൽ ഉണ്ടാവും എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇടതുപക്ഷക്കാരനായി നിങ്ങൾ എങ്ങനെയാണ് ഈ വലതുപക്ഷത്തിലേക്ക് എത്തിയെന്നൊരു ചോദ്യം പ്രേക്ഷകർക്ക് ഉണ്ടാവുമല്ലോ. പ്രവർത്തന മികവ് എവിടെ നിന്നാലും താങ്കൾക്കുണ്ട്, അതെങ്ങനെയാണ് നിങ്ങൾ എത്തിയത്? ഞാന് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തോട്, പഴയ ഒരു CPMന്റെ രാഷ്ട്രീയമല്ല CPM വെച്ചു പുലർത്തി പോരുന്നത് കഴിഞ്ഞ 10-20 വർഷമായിട്ട്. അപ്പൊ അതിലൊരു പ്രതിഷേധം എന്നുള്ള നിലക്കാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആകൃഷ്ടമായി ദേശീയ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആകർഷിച്ചാണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വന്നത്. ഈ നേരത്തെ ഇടതുപക്ഷത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കോൺഗ്രസിൽ വന്നു കഴിഞ്ഞപ്പോ നിങ്ങള് ആദ്യം മങ്കട മണ്ഡലം സെക്രട്ടറിയായി, അങ്ങാടിപ്പുറം മണ്ഡലം സെക്രട്ടറിയായി, പിന്നെ ബ്ലോക്ക് പ്രസിഡന്റായി, അതിനുശേഷം നിങ്ങൾ DCC എക്സിക്യൂട്ടീവ് മെമ്പറായി, ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറിയായി. തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. VD സതീശൻ പറഞ്ഞേക്കണ ഇത്തവണ UDFന് അധികാരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം വനവാസത്തിന് പോകുമെന്ന് പറയുന്നത്, രാഷ്ട്രീയ വനവാസത്തിന് എന്ന് പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും എല്ലാ ജില്ലയിലും പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചവരെയാണ് ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രവർത്തനം ഈ മേഖലയിലും ജില്ലാതലത്തിലും കോൺഗ്രസിന് UDFന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ എല്ലാവർക്കും, പ്രവർത്തകർക്ക്. അതിനെന്താ സംശയമുള്ളത്? ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി അങ്ങാടിപ്പുറത്ത് മാത്രമല്ല ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെടുകയും UDFന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായും പ്രവർത്തിച്ചതിന്റെ ഒരു അംഗീകാരമായിട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ ഒരു ആശീർവാദത്തോടു കൂടി എന്നെ KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഈ പോസ്റ്റിലേക്ക് നിയമിച്ചിട്ടുള്ളത്. അതായത് KPCC ഇപ്പൊ സണ്ണി ജോസഫ് നിയമിച്ചതാണ്. കേരളത്തിൽ ഇപ്പൊ പുതിയ എല്ലാ ജില്ലയിലും പുതിയ ഭാരവാഹികൾ DCC ജനറൽ സെക്രട്ടറിമാരൊക്കെ വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയില് ഇപ്പോ മുസ്ലിം ലീഗിന് നല്ല മേധാവിത്വം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടാണ്, ടീം UDF ആയി മാറിയിരിക്കുന്നു. ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ഐക്യം തുടർന്ന് നിങ്ങൾ ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ പോയി വലിയൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? മലപ്പുറം ജില്ലയിൽ ഇപ്രാവശ്യം 16-16 അത് ടീം UDF തന്നെയാണ്, അതിനൊരു തർക്കമല്ല. കാരണം ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്രാവശ്യം 110 സീറ്റ് അധികാരത്തിൽ കയറി വരും. അതിനർത്ഥം 110 സീറ്റുമായി കയറി വരും, ഒരു തർക്കമല്ല. അത് VD സതീശൻ പ്രഖ്യാപിച്ചതാണ്. VD സതീശന്റെ നേതൃത്വത്തിൽ അവന് ആരാധ്യനും ബഹുമാനീയനുമായിട്ടുള്ള സാദിഖ് അലി തങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇപ്രാവശ്യം 110 സീറ്റുമായിട്ട് അധികാരത്തിലേക്ക് വരും. മലപ്പുറം ജില്ലയിൽ 16-16 ഐക്യജനാധിപത്യ മുന്നണി നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഒരു മാറ്റമില്ല, ഒരു സംശയമില്ല, ഒരു മാറ്റം ഇതിനില്ല. ഞാൻ അങ്ങാടിപ്പുറത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്
എൻ്റെ പ്രവർത്തന മണ്ഡലമായ റെയിൽവേ ഗേറ്റ് പരിസരത്തു നിന്നാണ്. ആഗസ്റ്റ് 2020 ആഗസ്റ്റ് മാസം 28-ാം തീയതിയാണ് ഞാൻ ഈ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ബഹുമാന്യനും ആരാധ്യനുമായിട്ടുള്ള ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മലബാറിന്റെ സുൽത്താൻ പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ മെമ്പർഷിപ്പ് വാങ്ങുന്നത്. അന്ന് എനിക്ക് മെമ്പർഷിപ്പ് തരുമ്പോൾ എന്നെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച 1-2 ആളുകളുണ്ട്. പ്രിയപ്പെട്ട ആര്യാടൻ സാറിനോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട പ്രകാശേട്ടൻ, അവർ 2 ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരുണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ അവരായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം എന്നെ ഈ പാർട്ടിയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ, അങ്ങാടിപ്പുറത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ തുടക്കത്തിൽ ശ്രമം നടത്തിയ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ മാഷോടും അഡ്വക്കേറ്റ് VS ജോയിയോടും AP അനിൽകുമാറിനോടും ഒക്കെയുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം എൻ്റെ മരിച്ചുപോയ 2 നേതാക്കന്മാർക്ക് അവരുടെ കാൽക്കീഴിലാണ് ഞാൻ ഈ എൻ്റെ സ്ഥാനലബ്ധിയെ വെക്കുന്നത്. അത്രയും എനിക്ക് പറയാം. തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങാടിപ്പുറത്ത് സനീഷ് ഒരു മുതൽക്കൂട്ടാണ്. ഞാൻ ചുരുങ്ങിയ കാലം ഒരു 2 വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചു വരുന്നു. ഒരു ഫുൾ ടൈം വർക്കറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ പല സമയത്തും അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകൾ മാത്രമല്ല, മേലിലും അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സർവേശ്വരൻ സമയം കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. അനീഷേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ അങ്ങാടിപ്പുറത്തുകാർക്ക് എല്ലാം കൊണ്ടും വളരെ സഹായം ചെയ്യുന്ന, എന്ത് കാര്യത്തിന് ചെന്ന് വിളിച്ചാലും നമുക്ക് സഹായം ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളെ സ്വന്തം ഒരു ജ്യേഷ്ഠനെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ കാണുന്നത്. ഞങ്ങളെ ചെറുപ്പക്കാർക്കിടയിൽ സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ കാണുന്നത്. പിന്നെ ഞങ്ങൾ പരിപാടികളിൽ എല്ലാ സഹായവും അദ്ദേഹത്തിന്റെ ഇടയിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ അത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നതാണ്, വളരെയധികം ഗുണം ചെയ്യും. അദ്ദേഹത്തിന് എന്നോ കിട്ടേണ്ട ഒരു സ്ഥാനമാണെന്ന് തോന്നിപ്പോകും. കാരണം നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്ന് നമ്മളെ പ്രതിരോധിക്കാനും അദ്ദേഹത്തിന്റെ നേതൃത്വം നമുക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അങ്ങാടിപ്പുറം മണ്ഡലം, വലമ്പൂർ മണ്ഡലം എന്നിവിടങ്ങളിൽ ഇപ്പോൾ പുതിയ മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. ഇതെല്ലാം കൂടുതൽ ചെറുപ്പക്കാർക്ക് ഒരു പ്രാതിനിധ്യം നൽകാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങാടിപ്പുറത്തെ KS അനീഷ് അങ്ങനെ മലപ്പുറം ജില്ലാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയിരിക്കുന്നു. പഴയ SFI-കാരൻ, പഴയ UDF-കാരൻ, പഴയ CPM മെമ്പർ, ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി. ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരെയാണ്. അന്നൊക്കെ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ രാത്രിയും പകലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനത്തിലാണ്. ഇനി പ്രവർത്തകരുടെ മുന്നിൽ നിന്ന് നയിക്കാനാണ് നേതൃത്വം നിങ്ങളെ നയിച്ചേക്കുന്നത്. എങ്ങനെയുണ്ടാവും ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ? 100% അങ്ങാടിപ്പുറത്തെയും മങ്കടയിലെയും ഒപ്പം മലപ്പുറം ജില്ലയിലെയും UDF-ന് 16 സീറ്റുകൾ കിട്ടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകരുടെ കൂടെ അവരുടെ മുൻപിൽ ഞാനുണ്ടാവും. അതിനോട് തർക്കമല്ല, ഒരു സംശയമില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ആദ്യത്തെ 6 വാർഡ് എണ്ണുമ്പോൾ അങ്ങാടിപ്പുറത്ത് UDF വിജയത്തിന്റെ ഒരു കുതിപ്പ് തുടങ്ങുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ പ്രതിഫലിച്ചതുപോലെ ആദ്യ റൗണ്ട് തൊട്ട് എണ്ണുമ്പോൾ കേരള സംസ്ഥാനം ഐക്യജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈയോടുകൂടി അധികാരത്തിലേക്ക് വരുന്നതിന്റെ സൂചനയാണ് പുറത്തു വരിക. അത് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ കേരളത്തിലെ 110 നിയമസഭാ മണ്ഡലങ്ങൾ, അത് പിണറായി വിജയന്റെ ധർമ്മടം വരെ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. UDF-ന് ഇത്രയും വലിയൊരു വിജയം സമ്മാനിച്ചത് അവരുടെ ആത്മവിശ്വാസം മാത്രമല്ല, അവരുടെ പ്രവർത്തന മികവ് കൂടിയായിരുന്നു. ജനങ്ങൾ തീരുമാനിച്ചു UDF-ന് വരണം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ജനങ്ങൾ എന്താ തീരുമാനിക്കണമെന്ന് ജനത്തിന്റെ മനസ്സിലിരിക്കുന്ന കാര്യമാണെങ്കിലും പ്രവർത്തന മികവും ജനങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. അവർക്ക് ഇന്നവരെ വേണമെന്ന് ജനം തീരുമാനിച്ചാൽ അവർക്ക് ആ ആവശ്യമുള്ളവരെ തന്നെയാണ് തിരഞ്ഞെടുക്കുക. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.